ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2189. ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതി. ഈ ആണ്ടിലെ 362-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. 2025 എന്ന ഈ ആണ്ടിലെ ഒടുവിലത്തെ ഞായറാണ് ഇന്ന്. എൽദോ പെരുന്നാളിന് ശേഷം, ക്രിസ്തുമസിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാണ്. യേശുവിൻ്റെ ബാല്യകാലത്തെ, അതും യേശുവിന് 12 വയസ്സുള്ളപ്പോൾ തൻ്റെ മാതാപിതാക്കളോട് യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതൊന്ന് കണ്ടെത്താമോ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നീതിമാനായ മനുഷ്യൻ യൗസേപ്പ് എന്ന അപ്പൻ, ഭൂമി കണ്ടതിൽ വെച്ച് അന്നും ഇന്നും ഏറ്റവും വിശുദ്ധയായ, നിർമ്മലയായ, ഏറ്റവും വിലപിടിപ്പുള്ള സ്ത്രീ അമ്മ മറിയം. ഈ രണ്ടുപേരുമാണ് 12 വയസ്സുള്ള യേശുവിൻ്റെ ആ ചോദ്യത്തെ നേരിടേണ്ടി വന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയ വഴികളിൽ നമ്മളിങ്ങനെ യേശുവിനെ കണ്ടുമുട്ടിയാൽ, അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ലെങ്കിലും, അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ വെച്ച് പുലർത്താറില്ലെങ്കിലും, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന ഉറപ്പിലാണ് നമ്മൾ ഈ ആത്മീയ വഴികളിലൂടെ സഞ്ചരിക്കുന്നതെങ്കിലും, എങ്ങാനും തലതിരിഞ്ഞൊരു ദിവസം ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായാൽ, യേശുവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, യേശു ഇങ്ങനെയൊരു ചോദ്യം എന്നോടും നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാണ്, താൻ എന്തിനാണോ എന്നെ അന്വേഷിക്കുന്നത്? എന്തുത്തരം പറയും? നമ്മളൊരു പക്ഷേ നമ്മളുടെ ആവശ്യങ്ങളുടെ 100 പട്ടികകൾ പെട്ടെന്ന് എടുത്ത് അവതരിപ്പിക്കുമോ? എന്തിനൊക്കെയായിരുന്നു നമ്മൾ യേശുവിനെ അന്വേഷിച്ചത്? വ്യക്തിപരമായി ഓരോരുത്തരും എപ്പോഴെങ്കിലും നേരിടേണ്ടി വരുന്ന ഒരു ദൈവിക ചോദ്യമാണിത്. യൗസേപ്പ് എന്ന് പറയുന്ന അപ്പനും മറിയം എന്ന അമ്മയും നേരിട്ട ചോദ്യം ഞാനും നേരിടാനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും യേശുവിനെ അന്വേഷിച്ചത്? യേശുവിൻ്റെതായ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചോദ്യം കൂടി ഇതാണ്. ഓരോരുത്തരും ഓരോ വിധത്തിലാണ്, ഓരോ കാരണങ്ങൾക്കാണ്, ഓരോ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത്. യേശു എന്ന ഒരു അവബോധത്തിനു വേണ്ടി, യേശു എന്ന ഒരു സ്നേഹ അനുഭവത്തിനു വേണ്ടി ആരെങ്കിലും ഇക്കാലത്ത് യേശുവിനെ അന്വേഷിക്കുന്നുണ്ടാവുമോ? അതൊരു ഓർമ്മപ്പെടുത്തലുമാണ്, അതൊരു ആശ്വാസമാണ്, അതൊരു നിലപാടാണ്, അതൊരു നിലനിൽപ്പാണ്. അങ്ങനെ മറ്റൊന്നിനു വേണ്ടിയല്ല, ഒരു യേശുബോധത്തിനു വേണ്ടി, ഒരു യേശു ജാഗ്രതയ്ക്ക് വേണ്ടി. ഒരു വർഷാവസാനത്തിലേക്ക് എത്തുമ്പോൾ കുറെ കൂടി കാര്യഗൗരവത്തോടുകൂടി നമുക്ക് യേശുവിനെ അന്വേഷിക്കാം. അങ്ങനെ ഒരു യേശു സാഫല്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നെത്താം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.